നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ സമയത്ത് കാവിലാരാ പൂജ നടത്തുന്നത്? പോയി നോക്കണമല്ലോ. ഏത് പാവയുടെ കാര്യ പട്ടതിരി പറഞ്ഞത്? മഹേട്ട, ഞാൻ എല്ലാം പറയാം. നമുക്ക് പോയി ആ പാവ കണ്ടുപിടിക്കണം. ഏത് പാവ? മഹേട്ട, അത് ഏതേലും കടയിൽ പോയി ഒരു പാവ വാങ്ങിക്കൊണ്ട് പട്ടതിരിക്ക് കൊടുത്താൽ മതിയോ? അത് മതിയെങ്കി വാ. അത് പോരാ, ആ പാവ തന്നെ വേണം. ഏത് പാവയാണെന്ന് അറിഞ്ഞാലേ അത് തിരയാൻ പറ്റൂ. അത് ഏതാണെന്ന് പറ. മാളു ഇവിടെ ഇരിക്കേ. ഇനി പറ, ഏത് പാവ? മാളുവിന്റെ ബർത്ത്ഡേക്ക് ഹൈമവതി ആന്റി മാളുവിന് കൊടുത്തില്ലേ, ആ പാവ. ഹാപ്പി ബർത്ത്ഡേ മാളു. ഹായ്. ആ പാവയിൽ നിന്ന് ദുരാത്മാവ് മാളുവിന്റെ ശരീരത്തിൽ കയറിയത്. പാവയിൽ ദുരാത്മാവോ? എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ മഹേട്ടാ. നമ്മള് ദൈവത്തെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പോലെ പലരും ദുഷ്ടശക്തികളെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അവര് നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് ദ്രോഹം ചെയ്യാനായി പലതും ചെയ്യും. അവരെ പോലെ ആരോ ആണ് ആ പാവയിൽ ദുരാത്മാവിനെ ആവാഹിച്ചു കയറ്റിയത്. അതറിഞ്ഞോ അറിയാതെയോ ആണ് ഹൈമവതി ആന്റി മാളുവിന് കൊണ്ടുകൊടുത്തത്. ആ പാവയിലുണ്ടായിരുന്ന ദുരാത്മാവ് മാളുവിന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞു. ആ പാവ നശിച്ചു കഴിഞ്ഞാൽ ദുരാത്മാവിനെ മാളുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയില്ല. ആ പാവയിലേക്ക് ദുരാത്മാവിനെ തിരിച്ച് ആവാഹിച്ചാൽ മാത്രമേ നമ്മുടെ മാളുവിനെ തിരിച്ചു കിട്ടുള്ളൂ. അതാ ഭട്ടതിരി പറഞ്ഞത്. ആ പാവ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം മഹേട്ടാ. എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കാൻ മാത്രം അവൾ ആരോട് എന്ത് തെറ്റാ ചെയ്തത്? കൊച്ചുകുട്ടിയല്ലേ അവള്. അവളെ ദ്രോഹിച്ചിട്ട് ആർക്കെന്ത് കിട്ടാനാ? ശ്രീ മഹേശ്വര, മഹേട്ടോട് എല്ലാം തുറന്നു പറഞ്ഞാലോ? പറഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. വേണ്ട, തൽക്കാലം എല്ലാം എന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മഹേട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് ആ പാവ കണ്ടെത്തേ മതിയാവൂ. എവിടെയെങ്കിലും കാണുന്നില്ലോ ഗംഗേ. മഹേട്ടൻ ടെൻഷൻ ആവാതെ നമുക്കൊന്നുകൂടി നോക്കാം. ഗംഗ അപ്പുറത്ത് നോക്ക്, ഞാൻ ഇവിടെ എല്ലാം ഒന്നുകൂടെ നോക്കാം. ശരി മഹേട്ടാ. എന്റെ ശ്രീ മഹേശ്വര, അതെവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഞാനിനി എവിടെ പോയി നോക്കും? ഗൗരി ചേച്ചിക്ക് ഇനി എന്നെ സഹായിക്കാൻ പറ്റും. ചേച്ചിയെ വിളിക്കുന്ന നല്ലത്. ഗംഗേ, ചേച്ചി, ആ ഡോൾ ഇവിടെ എങ്ങും കാണുന്നില്ല. അത് കിട്ടിയാലേ നമ്മുടെ മാളുവിനെ രക്ഷിക്കാൻ സാധിക്കൂ. ഗംഗ പേടിക്കണ്ട, അത് നമുക്ക് ഉടനെ കണ്ടെത്താം. ഞാനൊന്ന് നോക്കട്ടെ. ഗംഗേ, ഡോൾ അവിടെയുണ്ട്, വേഗം വാ. എവിടെ ചേച്ചി? ദേ നോക്ക്,
അവിടെ. മഹേട്ടൻ പാവ തെരഞ്ഞു നടക്ക. ഞാനത് കൊണ്ടുപോയി മഹേട്ടനെ കാണിച്ചു കിട്ടിയെന്ന് പറയട്ടെ. ഇത്രയും പെട്ടെന്ന് മഹേട്ടനെ മാളൂനെയും കൂട്ടി ഭട്ടതിരിയുടെ അടുത്ത് പോണം. അതെ ഗംഗെ, എങ്ങനെയെങ്കിലും നമുക്ക് മാളുവിനെ രക്ഷിച്ചേ പറ്റൂ. അതെ. ഗംഗ ഇത് ആരോടാ സംസാരിക്കുന്നത്? ഗംഗെ, മഹിയേട്ടൻ വരുന്നുണ്ട്. ഞാൻ പിന്നെ വരാം. ശരി ചേച്ചി. ഗംഗ, പാവ കിട്ടിയോ? കിട്ടി മഹേട്ടാ. ഗംഗ സത്യം പറ, ഗംഗ ആരോടാ സംസാരിക്കുന്നേ? നോക്കുന്നവർക്ക് ഗംഗ തനിയെ സംസാരിക്കുന്നതായിട്ട് തോന്നുക. മഹേട്ടാ, അത് ഞാൻ പറയാം. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാ. പക്ഷെ ഞാൻ എല്ലാം ചെയ്യുന്നത് മാളുവിന് വേണ്ടിയാ മഹേട്ടാ. അവള് എനിക്കെന്റെ സ്വന്തം മോളാ. മഹേട്ടാ, നമുക്ക് പോവാം. മാളുവിനെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ഉടനെ ചെയ്തു തുടങ്ങണം. വാ മഹേട്ടാ. ശരി. ഗംഗയുടെ കയ്യിലിരുന്നത് ആ പാവയല്ലേ? നീ പുറത്തു വരില്ല അല്ലേ? ഈ സമയത്ത് കാവിലാരോ പൂജ നടത്തുന്നേ? പോയി നോക്കണമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.